2026 തെരഞ്ഞെടുപ്പിൽ 111 സീറ്റുകൾ നേടി 1977 പോലെ UDF അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൻ്റെ ഒരു സൂചനയാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കാണിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ UDFിനുണ്ടായ മുന്നേറ്റം ഭരണവിരുദ്ധ വികാരമാണ്, യാതൊരു സംശയവുമില്ല. 9.5 വർഷക്കാലത്തെ ഇടതുമുന്നണിയുടെ ഭരണം, പിണറായി വിജയൻ്റെ ഭരണം ആബാലവൃദ്ധം ജനങ്ങളെയും അസ്വസ്ഥരാക്കിയിരിക്കുന്നു, അസംതൃപ്തരാക്കിയിരിക്കുന്നു. ഭരണവിരുദ്ധ വികാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. മാത്രമല്ല, 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. ഒന്ന്, ഈശ്വരവിശ്വാസികളായ കേരളത്തിലെ ജനങ്ങൾ ജീവിക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് ശബരിമലയിൽ നടന്ന കൊള്ള, ഏതാണ്ട് 50 കോടിയോളം വില വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് അവിടുന്ന് തട്ടിക്കൊണ്ടുപോയത്. രമേശ് ചെന്നിത്തല വളരെ വ്യക്തമായി സൂചിപ്പിച്ചു, ലോക വിപണിയിൽ 500 കോടി രൂപ മോഹവിലയുള്ള അവിടുത്തെ വാതിൽപ്പടികൾ, കട്ടിളപ്പടി, അതുപോലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണങ്ങളാണ് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ വിശ്വാസി സമൂഹത്തെ ഇനിയും കബളിപ്പിക്കാമെന്ന് ശ്രീ പിണറായി വിജയൻ വിചാരിക്കേണ്ട എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ്. രണ്ടാമത്, മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിൽ ഒരു അന്തർധാരയുണ്ട്. അതാണ് 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, 2022 കൊണ്ടുവന്ന PM ശ്രീ. അതിനകത്ത് ശ്രീ ജോൺ ബ്രിട്ടാസ് ഇടനിലക്കാരനായി നിന്നുകൊണ്ട് കേരളത്തിലെ ഇടതുമുന്നണി അറിയാതെ, ക്യാബിനറ്റ് അറിയാതെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു ഇടനില പ്രവർത്തിക്കുകയും, ഒരു അന്തർധാര പ്രവർത്തിക്കുകയും, ഒരു അവിശുദ്ധ ബന്ധം പ്രവർത്തിക്കുകയും, അതുപോലെ തന്നെ ഒരു അവിഹിത ബന്ധം പ്രവർത്തിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ടുള്ള PM ശ്രീയിൽ ഒപ്പുവെച്ചത്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കാനുള്ള PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് വഴി വെളിച്ചത്തായിരിക്കുന്നത്. അപ്പോൾ ജനങ്ങൾ അതിശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ 9.5 വർഷക്കാലം കൊണ്ട് 6 ലക്ഷം കോടി രൂപയുടെ കടമാണ് കേരളത്തിന് വരുത്തി വച്ചിരിക്കുന്നത്. അതുകൂടാതെ വിലക്കയറ്റം, അതുപോലെ പെൻഷനുകൾ നിർത്തിവെച്ചത്, അതുപോലെ തന്നെ നമുക്കറിയാം കേരളത്തിലെ ആശുപത്രികൾ ഒരിടത്തും മരുന്നില്ല, അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ്സ് ഇല്ല. അത് കോടിക്കണക്കിന് രൂപ മെഡിക്കൽ കോർപ്പറേഷന് കൊടുക്കാനുണ്ട്. അധ്യാപകർക്ക് ശമ്പളമില്ല, NGOമാർക്ക് ശമ്പളമില്ല, പെൻഷൻകാർക്ക് പെൻഷനില്ല, ക്ഷേമ പദ്ധതികളെല്ലാം മുടങ്ങിക്കിടക്കുന്നു. ജനങ്ങളെ പറ്റിക്കാനാണ് 10,000 കോടി രൂപയുടെ പ്രഖ്യാപനങ്ങൾ നടത്തിയതെങ്കിലും ജനങ്ങൾ ഈ ഗവൺമെൻറ് മാറണമെന്ന് ആഗ്രഹിക്കുന്നു. 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ കേളികൊട്ടാണ് കേട്ടിരിക്കുന്നത്. UDF പൂർവാധികം ശക്തമായി കേരളത്തിൽ അധികാരത്തിലേക്ക് മടങ്ങി വരും. പിണറായി വിജയന് ഇനി 5 കൊല്ലം വിശ്രമിക്കാമെന്നുള്ളതിൻ്റെ സൂചന കേരളത്തിലെ ജനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലൂടെ നൽകിയിരിക്കുകയാണ്. UDFിൻ്റെ ഈ വിജയത്തിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇടതുപക്ഷങ്ങൾക്ക് ആധിപത്യമുള്ള കാസർഗോഡും ഇത്തവണ ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾ തിരിച്ചുപിടിക്കും. പല ബ്ലോക്ക് പഞ്ചായത്തിലും ഞങ്ങൾ അധികാരത്തിൽ വരും. ഇടതുപക്ഷ മുന്നണിയുടെ കയ്യിലിരുന്ന പല പഞ്ചായത്തുകളും ഞങ്ങൾ പിടിച്ചിരിക്കും. കാസർഗോഡ് കേരളം നൽകുന്നൊരു സൂചനയാണ് കാസർഗോഡ് നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്.